ചില വാക്കുകളുണ്ട്. അത് ഇതേ കേസിലെ തന്നെ പ്രമുഖനായ മറ്റൊരു സാക്ഷിയുടേതാണ്. ആകെ മദനി താമസിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം പോയുള്ളൂ. അപ്പോഴെല്ലാം ഫ്രണ്ടിൽ ഏത് പോലീസാണെന്ന് എനിക്കറിയത്തില്ല. കേരള പോലീസ് ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അവരുടെ അനുവാദം കൂടാണ്ട് എനിക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. ആദ്യത്തെ പ്രാവശ്യം എന്നെ പുറത്ത് ഗേറ്റിനകത്ത് കയറ്റില്ല. എന്നിട്ട് മദനി വന്ന പോലീസുകാരോ വീടിന്റെ ഓണറാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, പിന്നെ എന്തുകൊണ്ടാണ് പിടിച്ച് പുറത്തെടുത്തത്, അകത്ത് കയറ്റിയിരുത്താൻ പാടില്ല. 2008 മെയ് 12 ജയിൽ മോചിതനായ മദനി കുടുംബത്തോടൊപ്പം കൊച്ചിയിൽ വാടകയ്ക്ക് താമസിച്ചത് ജോസിന്റെ സഹോദരിയുടെ വീട്ടിലാണ്. ആലുവ സൌത്ത് വാഴക്കുളംകാരനായ ജോസ് വീട്ടുവാടക വാങ്ങാൻ ചെന്നപ്പോൾ മദനിയും തടിയന്റവിടെ നസീറും സർഫറാസ് നവാസും ചേർന്ന് ബാംഗ്ലൂർ സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നത് നേരിട്ട് കണ്ട സാക്ഷിയാണ് കുറ്റപത്രത്തിൽ. തന്റെ നോൺ മൂവൻ ഫാബ്രിക് ഫാക്ടറിയിലിരുന്ന് മദനിയെ ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ ഗൂഢാലോചനയിലേക്ക് ബന്ധിപ്പിച്ച കർണാടക പോലീസിന്റെ മുഖ്യസാക്ഷി ഞങ്ങളോട് സംസാരിച്ചു. ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ തടിയന്റെ വീട് നസീറും സർഫസ് നവാസ് ആരാണ്ടൊക്കെ അവിടെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അതിന് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അത് ഇവിടെ വന്ന് തെളിവെടുക്കാൻ വേണ്ടി വന്നതാണ്. തടിയന്റെ വീട് നസീറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചുനേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഒരു പേപ്പർ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക, കമ്മീഷണർ എന്ന് പറയുന്ന ഓങ്കാർ അയ്യ. ഇതെല്ലാം കഴിഞ്ഞ് എഴുതി കഴിഞ്ഞപ്പോ പറഞ്ഞ് എനിക്ക് ഇതിനകത്തൊന്ന് ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പൊ എഴുതിയത് എല്ലാം കന്നഡ ഭാഷയിലാണ്. ഞങ്ങൾക്ക് ഇത് ഒപ്പിട്ട് കിട്ടാണ്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള മാർഗം നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുക. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അവര് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചുകൊണ്ട് അത് ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യം എങ്ങനെയാണ്, ഒരു സുപ്രഭാതത്തിൽ ഞാൻ വാടക മേടിക്കാൻ അവിടെ ചെല്ലുമ്പോ തടിയന്റെ വീട് നസീറും സർഫസ് നഫാസും അതിനകത്തുണ്ടായിരുന്നു. മദനി പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയാണ്. ഞാൻ പുറത്തിരുന്നു കേൾക്കാണ് ബാംഗ്ലൂർ സ്ഫോടനം, ബോംബ് എന്നൊക്കെ ഇവര് ചർച്ച ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കാഷ്വലായിട്ട് പുറത്തിരുന്ന് കേൾക്കുന്നു. അപ്പോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ സ്ഫോടനം നടക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സ്ഫോടനം നടത്തിയത് ഇവരാണ്. പക്ഷെ ഭയപ്പെട്ടിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ഇപ്പൊ പോലീസ് വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ ഞാൻ എല്ലാം പറഞ്ഞു. ഇങ്ങനെ ഞാനത് കേട്ടതാണ്, കണ്ടതാണ്. ഇതാണ് കന്നഡ ഭാഷയിൽ എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് മേടിച്ചത്. ഈ രാജ്യത്തിന് വേണ്ടി ഒരു സാക്ഷി പറയാൻ ബാംഗ്ലൂർ വരെ പോവാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങളിൽ കുറ്റപത്രത്തിനകത്ത് എഴുതി വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഈ വിവരങ്ങൾ ബാംഗ്ലൂരിലെ വിചാരണ കോടതിയെ അറിയിക്കാത്തതെന്തെന്ന ചോദ്യത്തിന് ജോസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കർണാടകയിൽ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങോട്ട് വിടൂല. പോലീസിനെഴുത്, പ്രത്യേകിച്ച് കർണാടക പോലീസ് ഞാൻ കേസ് കൊടുത്ത് ഞാനിങ്ങനെ തിരിച്ചു വരും.